ഓക്കെ, ഒരു കാര്യം കൂടി. കുറച്ചധികം മിടുക്കന്മാരെ ഇത്തവണ MLA-മാരായിട്ടുണ്ട്. എല്ലാവരും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. ആകെ 15% പറ്റൂ. 21 പേരെ മാക്സിമം മന്ത്രിസഭയിൽ എടുക്കാനും പറ്റൂ. പക്ഷേ ചാണ്ടി ഉമ്മനെ പോലെയുള്ള നേതാക്കളൊക്കെ പുറത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വിഷമമുള്ളൊരു കാര്യമല്ലേ ശ്രീ AP അനിൽകുമാർ? ഞാൻ പറയട്ടെ, ഏറ്റവും വളരെ 63 പേരാണ് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിജയിച്ചു വന്ന തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ വളരെയേറെ കഴിവും പ്രാഗൽഭ്യവും ഒക്കെയുള്ള ഒരു നിര തന്നെ ഇന്ന് നിയമസഭാ കക്ഷിയിലുണ്ട്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ചില സെലക്ഷൻ നടത്തുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങൾ, പ്രാദേശിക മാനദണ്ഡങ്ങൾ, സോഷ്യൽ ബാലൻസ് നമുക്ക് കീപ്പ് ചെയ്യണം. അതൊക്കെ വരുമ്പോൾ നമുക്ക് എല്ലാവരും ഉൾപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ്. 11 പേരാണ് കോൺഗ്രസ്സിനെ ഉൾപ്പെടുത്താൻ കഴിയുക. അപ്പോൾ അത് നമുക്ക് കഴിയാത്ത ഒരു സാഹചര്യം വരുന്നത് ഈ നമ്പർ കുറവാണ്, കഴിവുള്ളവരുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ പലപ്പോഴും അർഹതപ്പെട്ട എല്ലാവർക്കും വരാൻ കഴിയില്ല. ഇതിനകത്ത് വന്നവരാണ് ഏറ്റവും അർഹർ എന്നല്ല, പല മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്നതാണ്. അതുകൊണ്ട് പലരും പുറത്തു നിൽക്കുന്നു എന്നുള്ളത്, കഴിവും പ്രാഗൽഭ്യവും ഉള്ള പലരും പുറത്തു നിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ AP അനിൽകുമാർ ഗംഭീരമാവട്ടെ. അപ്പോൾ എല്ലാവിധ പിന്തുണയും ഉണ്ടാവും. എല്ലാവിധ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക്, വിമർശനങ്ങൾക്കും പഞ്ഞും ഉണ്ടാവത്തില്ല കേട്ടു, രണ്ടും ഉണ്ടാവും. ഓക്കെ, അതറിയാലോ. അതറിയാം. ഇന്നത്തോട് കഴിഞ്ഞാൽ പിന്നെ നാളെ നിങ്ങൾ തുടങ്ങുമെന്ന് അറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചാണ് നമ്മളും തുടങ്ങുന്നത്. ഓക്കെ, എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ശ്രീ AP അനിൽകുമാർ. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അനിൽകുമാറാണ് നമുക്കിപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ വളരെ ക്രിയാത്മകമായ ഒരു സർക്കാരായിട്ട് മാറും. ചെറുപ്പക്കാരുടെ ഒരു ടീമാണ്. ഇപ്പോൾ വന്നുപോയ നമ്മുടെ മന്ത്രിമാമൻ ഷംസുദ്ദീൻ, നമ്മുടെ AP അനിൽകുമാർ, അതേപോലെ OJ ജനീഷ് വരെ 37 വയസ്സേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി, 37 വയസ്സിലാണ് മന്ത്രിയാവുന്നത്. 36-ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായ AK ആന്റണി നമുക്കൊപ്പമുണ്ട്. അതേപോലെ നമ്മുടെ രമേശ് ചെന്നിത്തലയുണ്ട്. 30 തികയും മുമ്പ് തന്നെ മന്ത്രിസഭയിലേക്ക് എത്തിയ നേതാവാണ്. 57 വയസ്സാണ് ശരാശരി. അപ്പോൾ ഒരു യങ് ടീമാണ് VD സതീശന് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം ഓരോ തീരുമാനങ്ങളും. അപ്പോൾ നല്ല തീരുമാനങ്ങൾ നമുക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ സർക്കാരിനോടൊപ്പം നിന്നു എന്നുള്ളതല്ല നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. നല്ല തീരുമാനങ്ങൾ എടുത്താൽ സർക്കാരിനോടൊപ്പം ഉണ്ടാവും, അതിനകത്ത് ഒരു സംശയം ഉണ്ടാവില്ല. വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. അതേസമയം ഏതെങ്കിലും തരത്തിൽ നമ്മൾ തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ അത് മാധ്യമങ്ങൾ എന്ന രീതിയിൽ നമ്മളത് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ക്രിയാത്മകമായ പ്രതിപക്ഷമായി തന്നെ